3 സിംഹാസനങ്ങളാണ്: അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം. ഇതാണ് പിന്നെ നിക്കായുടെ കാലഘട്ടം 325 വരുമ്പോൾ ഉള്ളത്. അപ്പൊ AD 325 മുമ്പ് പേർഷ്യയില് ഒരു സഭാകേന്ദ്രമുണ്ട്, സെലൂക്കിയ. പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ രാജ്യം എന്നുള്ളൊരു രാഷ്ട്രീയമായ വിഭജനമില്ല. പേർഷ്യയിലെ ക്രിസ്ത്യാനികളും റോമൻ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളും എല്ലാം സഹോദരങ്ങളായിട്ടാണ് നിൽക്കുന്നത്. അന്ത്യോക്യയാണ് അവരുടെ എക്ലീഷ്യാസ്റ്റിക്കൽ സെന്റർ. അപ്പോ പേർഷ്യയിൽ നിന്ന് അധികം ദൂരമില്ല, പക്ഷെ അതിർത്തി കടക്കണം. അതിർത്തി കടന്ന് അന്ത്യോക്യയില് മെത്രാന്മാര് പട്ടം വെക്കാൻ വേണ്ടി വരും. അച്ഛന്മാരെ മെത്രാന്മാരായിട്ട് അവർ തെരഞ്ഞെടുക്കുമ്പോൾ മെത്രാൻ പട്ടം മേടിക്കാൻ വേണ്ടി അന്ത്യോക്യയിലോട്ട് വിടും. അങ്ങനെ അല്ലെങ്കിൽ യെരുശലേമിലേക്ക് വരും. അപ്പൊ അവരങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോ പേർഷ്യക്കാരായതുകൊണ്ട് റോമൻ പട്ടാളക്കാർ അവരെ പിടികൂടി. രണ്ടച്ഛന്മാർ വന്ന, രണ്ടുപേരും മെത്രാന്മാരായിട്ട് തിരിച്ചു പോകാൻ വന്ന ഒരച്ഛനെ അവർ കൊന്നുകളഞ്ഞു. ചാരന്മാരാണെന്ന് കരുതി. ഇത് വലിയ നടുക്കവും വേദനയും ഉണ്ടാക്കി. അന്ത്യോക്യയിലെയും യെരുശലേമിലെയും ഒക്കെ പിതാക്കന്മാർക്ക് വലിയ ദുഃഖമുണ്ടായി. അങ്ങനെ അവര് ഈ പേർഷ്യയിലെ സഭയ്ക്ക് അവർക്ക് തന്നെ മെത്രാന്മാരെ വാഴിക്കാം, ഇനി മുതൽ മെത്രാന്മാരെ വാഴിക്കാൻ വേണ്ടി അതിർത്തി കടത്തി അവരുടെ ജീവൻ പണയം വെച്ച് അച്ഛന്മാരെ ഈ അന്ത്യോക്യയിലിട്ട് അയക്കേണ്ട, കാരണം റോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തിക്കകത്തായതുകൊണ്ട് അയക്കണ്ട, നിങ്ങൾ തന്നെ അവിടെ വാഴിക്കൂ, അത് സാധുവാണ് എന്ന് കൽപ്പന കൊടുത്തു. അങ്ങനെയാണ് സെലൂക്യയിലെ ബിഷപ്പ് കാതോലിക്കോസ് ആകുന്നത്. അപ്പൊ അതാണ് ഈ സെലൂക്യൻ കാതോലിക്കോസ് എന്ന് പറയുന്നത്. ഈസ്റ്റിന്റെ, കിഴക്കിന്റെ കാതോലിക്ക എന്ന് പറയുന്ന സ്ഥാപനം വന്ന അങ്ങനെയാണ്, കാതോലിക്കോസ് ഓഫ് ദ ഈസ്റ്റ്. അപ്പൊ ഈ കാതോലിക്കോസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്ത്യോക്യൻ സഭയുടെ കീഴ്സ്ഥാനിയാണ്. പിന്നീട് അവർക്ക് അവിടെ മെത്രാന്മാരെ വാഴിക്കാം, അതിനെ ഇവർ അംഗീകരിക്കാം. പിന്നീട് ആണ് നിക്കാ സുന്നോദോസ് വരുന്നത്. AD 325 സുന്നോദോസിൽ ഈ കാര്യം പരാമർശിച്ചു. ഇങ്ങനെ സെലൂക്കയിലെ ബിഷപ്പിന് ഒരു കാതോലിക്കേറ്റ് സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അത് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ മെത്രാന്മാരെ വാഴിക്കാൻ ആർക്കേ അവകാശമുള്ളൂ? അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം, ഈ ജെറുസലേം, ഇങ്ങനെയുള്ള സിംഹാസനങ്ങൾക്ക് മാത്രമാണ് അധികാരമുള്ളത്. അപ്പൊ സെലൂക്കയിലെ രാഷ്ട്രീയ പരിസ്ഥിതികളെ മാനിച്ച് അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഈ അവകാശത്തെയും അധികാരത്തെയും ആകമാന പൊതു സുന്നോദോസും അംഗീകരിച്ചു. അങ്ങനെ സെലൂക്യൻ കാതോലിക്കറ്റ് ഒരു വാലിഡ് സ്ഥാപനമായി മാറി. അതിനുശേഷം 5-ാം നൂറ്റാണ്ട് വരുമ്പോ സഭയില് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആയിരുന്ന നെസ്തോർ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് വിരുദ്ധ ഉപദേശം കൊണ്ടുവന്നു. അതാണ് പിന്നെ നെസ്തോറിനിസം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇത് അലക്സാണ്ട്രിയയിലെ പാത്രിയർക്കീസ് ആയിരുന്ന കൂറിലോസ് അതിനെ എതിർത്തു. അങ്ങനെ സഭയിൽ വലിയ ഭിന്നതയുണ്ടായി. ആ ഭിന്നതയെ പരിഹരിക്കുവാൻ, അവസാന തീർപ്പെടുക്കുവാൻ എഫെസോസിൽ സുന്നോദോസ് കൂടി. എഫെസോസ് സുന്നോദോസിൽ നെസ്തോറിനിസം പാഷണ്ഡതയാണെന്ന് തെളിഞ്ഞു. അങ്ങനെ റോമൻ സഭയിൽ, റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് തന്നെ നെസ്തോറിയന്മാർ ബഹിഷ്കരിക്കപ്പെട്ടു. പൊളിറ്റിക്കൽ ബൗണ്ടറിയില്ല ഞാൻ പറയുന്നത്. അപ്പൊ പൊളിറ്റിക്കലി റോമൻ സാമ്രാജ്യത്തിനകത്തുള്ള നെസ്തോറിയന്മാർ പയ്യെ തുരത്തപ്പെട്ടു. അവരവിടെ ഒറ്റപ്പെട്ടു. അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവരെ ഹെററ്റിക്കുകൾ എന്ന് മുദ്രകുത്തി. അങ്ങനെ ഇവരെല്ലാം കൂടെ നേരെ ഊർന്നിറങ്ങി അങ്ങോട്ട് പോയി, പേർഷ്യയിലോട്ട് പോയി. പേർഷ്യൻ റോമുമായിട്ട് പൊളിറ്റിക്കൽ റൈവൽറി ഉണ്ട്, രാഷ്ട്രീയ വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് അവരവിടെ പോയി നിസിബിസിലൊക്കെ അവരെന്ത് ചെയ്തു, വലിയ സ്കൂൾ ഉണ്ടാക്കി നെസ്തോറിനിസം പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ നെസ്തോറിയന്മാരൊക്കെ പേർഷ്യയിലോട്ട് പോയി. അങ്ങനെ പേർഷ്യയിലെ കാതോലിക്കേറ്റിന്റെ മേലായി അവരുടെ നോട്ടം. കാരണം പേർഷ്യൻ കാതോലിക്കേറ്റിന് മെത്രാന്മാരെ വാഴിക്കാൻ അധികാരമുണ്ട്. അതൊരു സ്വയംഭരണ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു ഓട്ടോസിഫലസ് സ്ഥാപനമൊക്കെ ആയതുകൊണ്ട് അതിനെ എങ്ങനെയും വരുതിയിലാക്കണം എന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ നെസ്തോറിയന്മാർ പേർഷ്യൻ കാതോലിക്കേറ്റിനെ, അല്ലെങ്കിൽ കാതോലിക്കേറ്റ് ഓഫ് ദ ഈസ്റ്റ്, കിഴക്കിന്റെ കാതോലിക്കായെ കൈവശമാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ബെർസോമ ഓഫ് നിസിബിസ്, ഒരു ബിഷപ്പാണ്, നിസിബിസിലുള്ള ഒരു ബിഷപ്പാണ് ബെർസോമ.
ഈ ബർസോമ എന്ന പേരിൽ സുറിയാനി സഭയ്ക്ക് ഒരു പിതാവുണ്ട്. ആ ബർസോമയുടെ പേര് 5-ാം തൂപ്പതേനിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ബർസോമായും ശമോൻ ദസ്തുനിയും ഒക്കെ അല്ലെ ദുഃഖിതന്മാരിൽ തലവനും എന്നൊക്കെ പറഞ്ഞ് 5-ാം തൂപ്പതേനിൽ വായിക്കുമ്പോൾ അവിടെ ഒരു ബർസോമയുണ്ട്. ബർസോമ എന്ന് പറഞ്ഞാൽ ബർ എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നാണ് അർത്ഥം. ബർ യേശു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പുത്രൻ. ബർ യൂന എന്ന് പറഞ്ഞാൽ യോനായുടെ പുത്രൻ. ബർ യോന ശീമോനെ എന്ന് പറഞ്ഞാൽ യോനായുടെ മകനായ ശീമോനെ. ബർ എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നാണ്. ബ്രോ എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നാണ്. ശുഭഹോ ലാ ബ്രോ. ബർസോമ എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ പുത്രൻ എന്നാണ് അർത്ഥം. ബർസോമ. അപ്പൊ നോമ്പിന്റെ പുത്രനാണ് ബർസോമ. ബർസോമ എന്ന പേരിൽ നമുക്കൊരു പിതാവുണ്ട് 5-ാം തൂപ്പതേനിൽ വായിക്കുന്നത്. ഇത് അതേ പേരിലുള്ള മറ്റൊരു ബിഷപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാറിപ്പോരുത്. നിസിബിസിലെ ബിഷപ്പായ ബർസോമ, പേർഷ്യയിലെ. ഈ ബർസോമ നെസ്തോറിയൻ വിശ്വാസത്തിൽ വീണു. അദ്ദേഹം പറഞ്ഞു യേശു ക്രിസ്തുവിന് രണ്ട് യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ യേശു, ഒരു ദൈവേശുവും ഉണ്ട്, അല്ലെങ്കിൽ കളിയൊന്നും ശരിയാകത്തില്ല. അങ്ങനെ നെസ്തോറിയൻ വിശ്വാസത്തെ അദ്ദേഹം പുൽകി. പിന്നീട് എന്ത് ചെയ്തു? പേർഷ്യൻ കാതോലിക്കേറ്റിനെ തങ്ങളുടെ വരുതിയിലാക്കണം. അപ്പൊ അന്ന് പേർഷ്യയിലെ കാതോലിക്കോസ് ആയിട്ടിരിക്കുന്നത്, പേർഷ്യയിൽ കാതോലിക്കേറ്റ് ആയിട്ട് ഇരിക്കുന്നത് ബബോവായി എന്ന് പറയുന്ന കാതോലിക്കോസ് ആണ്. ബബോവായി, സെലൂക്യൻ കാതോലിക്കേറ്റ്. ഈ ബബോവായിയെ എങ്ങനെയും അധികാരത്തിൽ നിന്ന് പുറത്തിറക്കണം. ഇതാണ് ബർസോമയുടെ പ്ലോട്ട്. ആ സമയത്ത് ബബോവായി അന്ത്യോക്യൻ പാത്രിയർക്കീസിന് ഒരു കത്തെഴുതി. അന്ത്യോക്യൻ പാത്രിയർക്കീസിന് കത്തെഴുതിയത് ഒരു വടിക്കകത്ത് ചുരുട്ടി വെച്ച് ഒരു സന്ദേശവാഹകൻ പക്കൽ അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ കൊടുത്തയച്ചു. ഈ വടി ഈ സന്ദേശവാഹനെ അടക്കം ബർസോമയുടെ ആളുകൾ പിടിച്ചു. അദ്ദേഹം പേർഷ്യൻ ചക്രവർത്തിയെ കൊണ്ട് കാണിച്ചു. ഓപ്പോസിറ്റ് രാജ്യത്തേക്കാണ് ഈ പുള്ളി കത്തയച്ചത്. അതുകൊണ്ട് ഈ ബബോവായി എന്ന് പറയുന്ന പേർഷ്യൻ കാതോലിക്ക ഒരു ചാരനാണെന്നും രാജ്യദ്രോഹിയാണെന്നും അദ്ദേഹം ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഒക്കെ ധരിപ്പിച്ചു. രാജാവിന് ധരിപ്പിച്ചു. അങ്ങനെ ഈ ബബോവായിയെ വധിച്ചു. ബർസോമ ആണ് അതിന് പ്ലോട്ട് ഉണ്ടാക്കിയത്. ബർസോമ എന്നിട്ട് കാതോലിക്കായില്ല, മറിച്ച് കേരളത്തിൽ ചതിയിലും വഞ്ചനയിലും വട്ടശ്ശേരി ദീവന്നാസ്യോസ് കാതോലിക്കേറ്റ് സ്ഥാപിക്കാൻ വേണ്ടി അബ്ദുൽ മഷിഹ പാത്രിക്കീസിനെ കൊണ്ട് അതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് പുള്ളി കാതോലിക്കായില്ല. ആര്? വട്ടശ്ശേരി ദീവന്നാസ്യോസ്. പകരം ഒന്നും അറിയാതെ ഒരു പാവപ്പെട്ടവനെ പിടിച്ച് കാതോലിക്കയാക്കി. ശരിയല്ലേ? അയാളാണ് 6 മാസം കഴിഞ്ഞ് വീഡിയോ വെട്ടി ചത്തും പോയി. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ബർസോമയും സെയിം പരിപാടിയാ. കിങ് മേക്കറായി, കിങ് ആയില്ല. അപ്പം പുള്ളി അടുത്ത ആളെ പിടിച്ച് കാതോലിക്ക ആക്കി. അങ്ങനെ പേർഷ്യൻ കാതോലിക്കേറ്റ് അഥവാ പൗരസ്ത്യ കാതോലിക്കേറ്റ് അഥവാ കിഴക്കിന്റെ കാതോലിക്ക എന്ന് പറയുന്ന ആ സ്ഥാനം പൂർണ്ണമായി നെസ്തോറിയന്മാരായി മാറി. ഈ കിഴക്കിന്റെ കാതോലിക്കേറ്റ് നെസ്തോറിയൻ കാതോലിക്കേറ്റ് ആയതോടുകൂടെ മറ്റ് കാതോലിക്കേറ്റുകളും പാട്രിയാർക്കേറ്റുകളും മറ്റ് ആഗമാന സഭ ഒന്നടങ്കം ഇവരെ ശീഷ്മക്കാരായി ഹെററ്റിക്കുകളായി മുദ്രകുത്തുകയും സഭയിൽ നിന്ന് ഇവർക്ക് ബന്ധമില്ല. അങ്ങനെ ക്രിസ്തീയ സഭയിൽ നിന്ന് ഇവർ ബഹിഷ്കൃതരായി. ഇതാണ് ചരിത്രം. അവരെ പുറത്താക്കി. അവരുമായിട്ട് പിന്നെ ബന്ധമില്ല. അപ്പൊ അവർ സ്വതന്ത്രമായ ഒരു യൂണിറ്റായി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ പൂർവികമായിട്ട് അവര് അന്ത്യോക്യൻ സഭയുടെ അന്ത്യോക്യൻ സിംഹാസനത്തിന്റെ റെപ്രസെന്റേഷനിൽ അവരാളുകളെ അയച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ വീണ്ടും എന്ത് ചെയ്താണ് പ്രവർത്തനം. ഇന്നത്തെ പോലെ ഈ വാർത്താവിനിമയ സൗകര്യങ്ങളുടെ അപര്യാപ്തത അല്ലെങ്കിൽ ഒരുപക്ഷെ അഭാവം അല്ലെങ്കിൽ അതിന്റെ പോരായ്മയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും ഒക്കെ ഈ ന്യൂസ് അറിഞ്ഞൊക്കെ വരാൻ താമസം വരും. ആ കാലഘട്ടത്തിൽ പേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? റോമൻ സാമ്രാജ്യത്തിനകത്താണ് അന്ത്യോക്യൻ സിംഹാസനം. നമ്മുടെ വിശ്വാസികളെല്ലാം ഇത് നടക്കുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിലാണ്. നേരെ ശത്രു രാജ്യം. അവിടെ കടന്നു എല്ലാം ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടമാണ്. പിന്നീടാണ് ഈ സേവറിയസ് പാത്രിക്കീസിന്റെ കാലത്ത് സേവറിയസ് പാത്രിക്കീസിനെ നാടുകടത്തി. സേവറിയസ് പാത്രിക്കീസിനെ അന്ത്യോക്യയിൽ നിന്ന് നാടുകടത്തി. അതിൽ പിന്നീട് സുറിയാനി സഭയ്ക്ക് ഒരിക്കലും അന്ത്യോക്യയിൽ ആസ്ഥാനം ഒന്നും ഉണ്ടായിട്ടില്ല. സേവറിയസ് പാത്രിക്കീസ് ആയിരുന്നു അവർ ലാസ്റ്റ് പാട്രിയാർക്ക്. അവിടുന്ന് അദ്ദേഹത്തെ നാടുകടത്തി. പിന്നീട് വിതിൻ 2 years അന്ത്യോക്യൻ പട്ടണം മുഴുവൻ, വലിയ പട്ടണമായിരുന്നു, ഒരു ഭൂകമ്പത്തിൽ തകർന്നുപോയി. അന്ത്യോക്യൻ പട്ടണം പുനർനിർമ്മിച്ചു.
പുനർനിർമ്മിച്ച അന്ത്യോക്യ പട്ടണം നെക്സ്റ്റ് ഇയർ വലിയ തീപിടുത്തത്തിൽ നശിച്ചുപോയി. വീണ്ടും അന്ത്യോക്യൻ പട്ടണം പുനർനിർമ്മിച്ചു. മൂന്നാമത്തെ അന്ത്യോക്യൻ പട്ടണം ഏറ്റവും മനോഹരമായിട്ട് അവർ നിർമ്മിച്ചപ്പോൾ പേർഷ്യൻ രാജാവായ ഖൊസ്രോ വന്ന് അന്ത്യോക്യൻ പട്ടണത്തെ മുഴുവൻ ഇടിച്ചു നിരത്തിക്കളഞ്ഞു. പക്ഷെ അന്ത്യോക്യൻ പട്ടണം വളരെ മനോഹരമായിരുന്നു, വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നു. അപ്പൊ ഓർഗനൈസ്ഡ് സിറ്റി ആയിരുന്നത് കൊണ്ട് അന്ത്യോക്യൻ പട്ടണം പോലെ തന്നെ ഒരു പട്ടണം പേർഷ്യയിൽ ഉണ്ടാക്കണം. അതിനുവേണ്ടി അദ്ദേഹം അന്ത്യോക്യയിലുള്ളവരെല്ലാം പിടിച്ചുകൊണ്ടു. ഇതുപോലെ ഒരു പട്ടണം നമുക്ക് പേർഷ്യയിൽ ഉണ്ടാക്കണം. അങ്ങനെ പുതിയ അന്ത്യോക്യ അദ്ദേഹം പേർഷ്യയിൽ ഉണ്ടാക്കി. അവരെ പുതിയ നഗരത്തിൽ സിറ്റിസൺസ് ആക്കി. അങ്ങനെ കൂട്ടമായിട്ട് സിറിയൻ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അന്ത്യോക്യൻ സഭയിലെ വിശ്വാസികൾ പേർഷ്യയിലെത്തി. ഉർവശി ശാപ ഉപകാരം എന്നൊക്കെ പറയുന്നല്ലേ. അങ്ങനെ പേർഷ്യയിൽ ഒരുപാട് സുറിയാനി സഭയിലെ വിശ്വാസികൾ എത്തി. പുതിയ നഗരം അവരവിടെ നിർമ്മിച്ചു, അവരവിടെ താമസമാക്കി. ആ സമയത്ത് ഇത്രയും വിശ്വാസികൾ, അപ്പൊ നെസ്തോറിയന്മാർ പേർഷ്യയിലുണ്ട്. പേർഷ്യൻ സാമ്രാജ്യം മുഴുവൻ ഒരു ഭാഗം മുഴുവൻ നെസ്തോറിയന്മാരാണ്. മറുഭാഗത്ത് ഈ പ്രവാസികളെ അല്ല പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സുറിയാനിക്കാർ വന്നപ്പോൾ സത്യവിശ്വാസികളും നല്ല നമ്പർ ഉണ്ടായി. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ സുറിയാനി വിശ്വാസികളും അത്രയും വന്ന സ്ഥിതിക്ക് അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെയെങ്കിൽ നമുക്ക് പേർഷ്യയിൽ ഉണ്ടായിരുന്ന കാതോലിക്കേറ്റ് എന്തായി മാറി? നെസ്തോറിയൻ വിശ്വാസത്തിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ സത്യവിശ്വാസത്തിലുള്ള ഒരു കാതോലിക്കേറ്റ് പേർഷ്യയിലെ വിശ്വാസികൾക്ക് വേണ്ടി സ്ഥാപിക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ പേർഷ്യയിൽ സുറിയാനി സഭ വേറൊരു കാതോലിക്കേറ്റ് അല്ലെങ്കിൽ മഫ്രിയാനേറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. ആ മഫ്രിയാനേറ്റാണ് തിഗ്രീസിലെ കാതോലിക്കേറ്റ് അല്ലെങ്കിൽ മഫ്രിയാനേറ്റ് എന്ന് അറിയപ്പെടുന്നത്. തിഗ്രീസിലെ കാതോലിക്കേറ്റ്. അങ്ങനെ 7-ാം നൂറ്റാണ്ട് മുതൽ ഈ 2 കാതോലിക്കേറ്റ് ഉണ്ട് പേർഷ്യയിൽ. അതായത് കിഴക്കിന്റെ കാതോലിക്കേറ്റും അല്ലെങ്കിൽ തിഗ്രീസിലെ കാതോലിക്കേറ്റും. പിന്നീട് തിഗ്രീസിലെ കാതോലിക്കേറ്റ് പേർഷ്യൻ സഭ ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ ക്യാൻസൽ ആക്കുകയാണ് ചെയ്തത്. അങ്ങനെ തിഗ്രീസിലെ കാതോലിക്കേറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുന്ന സമയത്താണ് കേരളത്തിലെ കുശാഗര ബുദ്ധികൾ അവിടെ സ്ഥാനത്യാഗം ചെയ്തിരിക്കുന്ന അന്ത്യോക്യൻ പാത്രിക്കീസിനെ വിളിച്ചുകൊണ്ട് വന്നു. കേരളത്തിൽ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കണം. ഒരു കാര്യം ഓർക്കണം, ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഈ കാതോലിക്കേറ്റ് സ്ഥാപിക്കണമെങ്കിൽ സുറിയാനി സഭയുടെ സുന്നോദോസ് കൂടി ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ ഒരു സുന്നോദോസ് കൂടിയിട്ടില്ല. അങ്ങനെ ഒരു സുന്നോദോസ് കൂടി തീരുമാനം എടുത്തിട്ട് സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്ന ഒരു പാത്രിക്കീസിന് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇത്? ഒരു ചെമ്മാശനെ വാഴിക്കുകയോ ഒരു ചെമ്മാശന് പട്ടം കൊടുക്കുകയോ ഒക്കെയാണ് കുഴപ്പമില്ല. ഇവർ എല്ലാത്തിലും ന്യായം പറയുന്നവരുമാണ്, മാന്യന്മാരാണ്. എല്ലാം ക്രമമായിട്ട് നടക്കണം എന്നൊക്കെ പറയുന്നു. ഇവിടെ ആരെ അറിയിക്കാതെ 2 അച്ഛന്മാര് മെത്രാനായി. അതാണ് വലിയ അപരാധം. അവിടെ ഒരു സഭ ഒട്ടും അറിയാതെ ആ സഭയുടെ കാതോലിക്കേറ്റിനെ ഇവരിവിടെ പുനഃസ്ഥാപിച്ചു. മനസ്സിലായില്ലേ? എന്നിട്ട് അവരാണിരുന്ന് ന്യായം പറയുന്നത്. മൊറമ പറയുന്ന കൊട്ടയ്ക്ക് വാകൂടലാണ്. എന്തുവാട്ടെ 1912 അബ്ദുൽ മിശിഹ പാത്രിക്കീസിനെ കൊണ്ടുവന്ന് നെരണപ്പള്ളിയിൽ വെച്ച് കാതോലിക്കേറ്റ് സ്ഥാപിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ നിന്ന് സ്ഥാപിക്കാൻ പറ്റിയ സ്ഥാപനമല്ല കാതോലിക്കേറ്റ്. ഇവരന്ന് തൊട്ട് പറയുന്നതാണ് കിഴക്കിന്റെ കാതോലിക്ക ഞങ്ങൾ ഇവിടെ വാഴിച്ചു. ഇനി നിങ്ങൾ ചിന്തിക്കേ, കിഴക്കിന്റെ കാതോലിക്കായ സുറിയാനി സഭയ്ക്ക് വാഴിക്കും. സുറിയാനി സഭ അങ്ങനെ തീരുമാനമെടുത്തിട്ടില്ലെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പിന്നെ ഇവര് വ്യാജമായിട്ട് പറയുകയാണ് സുറിയാനി സഭയുടെ ഒരു പാത്രിക്കീസിനെ. ഇനി സുറിയാനി സഭയുടെ പാത്രിക്കീസും അല്ല അബ്ദുൽ മിശിഹ, അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞതാണ്. ഇനി ഇവരുടെ എല്ലാ വാദങ്ങളും അംഗീകരിച്ചാലും അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ പറ്റുന്ന പരമാവധി അങ്ങേയറ്റം അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ പറ്റുന്നത്, മലങ്കരയിൽ പുനഃസ്ഥാപിക്കാൻ പറ്റുന്നത് തിഗ്രീസിലെ കാതോലിക്കേറ്റിനെയാണ്. ഈ തിഗ്രീസിലെ കാതോലിക്കേറ്റ് 100% അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ കീഴ്സ്ഥാനിയാണ്. അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെ കീഴ്സ്ഥാനിയായി പേർഷ്യയിലെ സഭയിലെ വിശ്വാസികളുടെ ആത്മീയ നിഷ്ഠിതികൾ നടത്തുവാനും അവർക്ക് ദൈവശാസ്ത്ര പ്രബോധനങ്ങൾ കൊടുക്കുവാനും അന്ത്യോക്യൻ പാത്രിക്കീസ് നിയമിച്ചാക്കിയ അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ കീഴ്സ്ഥാനിയായ കാതോലിക്കേറ്റിനെ മാത്രമേ മലങ്കരയിൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ. ഇനി അങ്ങനെ സ്ഥാപിച്ചിട്ടില്ല, അങ്ങനെ ഒരു തീരുമാനം സഭ എടുത്തിട്ടില്ല. അത് സഭ അറിയാതെ, അധികാരികൾ അറിയാതെ, ആരും അറിയാതെ ഇവിടെ വട്ടശ്ശേരി ദിവന്നാസിയോസിന്റെ
കുടിലബുദ്ധിയിൽ വന്നിട്ടുള്ളൊരു കാതോലിക്കേറ്റ്. ഇനി അതെല്ലാം വാദത്തിന് അംഗീകരിച്ചാലും, സ്ഥാപിക്കപ്പെട്ടു എന്ന് വാദത്തിന് അംഗീകരിച്ചാലും, സ്ഥാപിക്കപ്പെട്ടത് പാട്രിയാർക്കീസിന്റെ കീഴ്സ്ഥാനിയായ ഒരു കാതോലിക്കോസാണ്. നിങ്ങൾക്ക് മലങ്കര സഭയിലെ പ്രശ്നങ്ങൾ എന്നാന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇതാണ് മലങ്കര സഭയിലെ പ്രശ്നം. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. സ്ഥാപിച്ച കാതോലിക്കേറ്റ്, തിഗ്രീസിന്റെ കാതോലിക്കേറ്റ് റദ്ദ് ചെയ്തു, അതിനെ ഇവിടെ സ്ഥാപിച്ചു. ഇനി അതല്ല, ഇത് കിഴക്കിന്റെ കാതോലിക്കേറ്റ് ആണെന്ന് പറയാം. കിഴക്കിന്റെ കാതോലിക്കേറ്റ് നെസ്തോറിയൻ സഭയാണ്. അതെ, ഞങ്ങൾ നെസ്തോറിയന്മാരെന്ന് പറയുക. എന്നിട്ട് സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തിന്റെ പ്രാർത്ഥനയും കുർബാനയും കുദാശകളും ഒരു ലജ്ജയും കൂടാതെ ഹോൾഡ് ചെയ്യുക.